നിങ്ങൾ അവിടെ കേറണ്ട. എങ്ങനെ അവിടെ ഇരിക്കേണ്ടത്? അതെന്താ മോളു, ഞാനിവിടെ ഇരുന്ന? എനിക്കത് ഇഷ്ടമല്ല. ശരി, മാളുവിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഗംഗ വന്ന് ഫ്രണ്ടിൽ കയറിക്കോ. കേറിക്കോ ഗംഗ. ഗംഗേ, വണ്ടി കേടായി പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരു കുഴപ്പമില്ലായിരുന്നതാ. പെട്ടെന്ന് അതിന് എന്ത് പറ്റിയതാണോ എന്തോ. പിന്നെ വണ്ടിയല്ലേ, കേടാവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ അല്ലേ? ഗംഗയും കൊണ്ട് ബൈക്കിൽ പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഓരോന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഗയും കൊണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലായിടത്തും ഒന്ന് പോവാൻ. ഗംഗയ്ക്ക് ഹണിമൂണിന് എവിടെ പോകാനാ ഇഷ്ടം? അല്ല, ഗംഗ എന്തൊന്നും പറയാത്തെ? ഒന്നുമില്ല. നിങ്ങളെ ഞാൻ എവിടെ ഇറക്കേണ്ടത്? ആദ്യം കാണുന്ന റെസ്റ്റോറന്റിൽ നിർത്തിയാൽ മതി. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിന് പോ. ഗംഗയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിക്കാം. എനിക്കൊന്നും വാങ്ങാനില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ഗംഗേ. ഗംഗയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഇനി ഞാനുണ്ട്. ഗംഗയ്ക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഇറങ്ങേ. മഹേട്ടനും കൂടെ വരാമോ? എന്താ ഗംഗ ഇത്? മഹിയേട്ടന് ഓഫീസിൽ ഒരുപാട് ജോലി തിരക്കുണ്ടാവില്ലേ? ഗംഗ ഇറങ്ങ്. ഇറങ്ങേ. മഹിയേട്ടൻ നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഇനിയും മഹിയേട്ടനെ ബുദ്ധിമുട്ടിച്ചിട്ട് സമയം കളയാൻ പാടില്ല. ഗംഗ ഇറങ്ങ. വലിയ ഉപകാരം മഹിയേട്ട. ഇനി മഹിയേട്ടൻ നിന്ന് സമയം കളയണ്ട, പൊയ്ക്കോളൂ. വൺസ് അഗൈൻ താങ്ക് യു. ശരി. ഗംഗ വരൂ. അവിടെ
ഇരിക്കങ്ങ. ഇരിക്കടോ. സർ. ആ നോക്കിട്ട് പറയാം. ശരി സാർ. ഗംഗയ്ക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ. നോക്കി പറയടോ. എനിക്കൊന്നും വേണ്ട. അതെന്താ ഗംഗ അങ്ങനെ പറയുന്നേ? നമ്മൾ ആദ്യമായി ഒന്നിച്ച് വെളിയിൽ വന്നിട്ട് ഗംഗയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഗംഗയ്ക്ക് കഴിക്കാനുള്ളത് എന്തും ഈ മെനുവിലുണ്ടല്ലോ. എന്നാ ശരി, ഞാൻ തന്നെ ഓർഡർ ചെയ്യാം. എക്സ്ക്യൂസ് മീ. സർ. വരൂ. 2 ഫലൂഡ എടുത്തോ. ശരി സാർ. അയ്യോ, വില കൂടിയതൊന്നും എനിക്ക് വേണ്ട. ഇത് ഞാനാ. എന്റെ കണ്ണിൽ ഈ ലോകത്ത് ഏറ്റവും വിലയുള്ളത് നിനക്ക് ഗംഗ. അതുകൊണ്ട് നിനക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കാനും എനിക്ക് ഒരു മടിയുമില്ല. നീ ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് എന്റെ അടുത്തൊന്ന് ഇരുന്നാ മതി. എനിക്ക് പുറത്തു പോയിട്ടൊന്നും ശീലമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്. നമ്മുടെ കല്യാണം ഒന്ന് കഴിയട്ടെ. ഗംഗ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സർപ്രൈസുകളും ഞാൻ തരും. ഏയ്, ഗംഗ കഴിച്ചോളൂ. ഗംഗ കഴിക്കേ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരുമിച്ച് ഷോപ്പിങ്ങിനും പോണം. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തിയാൽ മതി. മാളു എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞാ മാളുവിന് എന്തായാലും ഗംഗയെ പിരിഞ്ഞിരിക്കേണ്ടി വരില്ലേ? ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. മാളു വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. ഗംഗ വിഷമിക്കാതെ പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളും. അവൻ നമ്മളെ ഒഴിവാക്കുകയാണല്ലോ. അവനൊന്ന് വിളിച്ചു നോക്ക്. കോൾ എടുത്തില്ലെങ്കിൽ അയാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഹലോ. നീ എന്താ എന്നെ കളിയാക്കുകയാണോ? പുറത്തേക്ക് വരാൻ ഞാൻ നിന്നോട് കൈ കാണിച്ചതല്ലേ? അതെ. ഹലോ, കേൾക്കുന്നില്ല? മര്യാദയ്ക്ക് നീ ഇപ്പൊ എഴുന്നേറ്റ് വരണം, അല്ലെങ്കിൽ വിവരം അറിയും. ഒരു കാര്യം ചെയ്. ഞാൻ പുറത്തേക്ക് വരാം. ഇവിടെ റേഞ്ച് ഇല്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി. ഞാനിപ്പോ വരാമേ. ഗംഗ കഴിച്ചോളൂ. വാടാ. എന്റെ ശ്രീ മഹേശ്വര, ഇതിന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഈ ബന്ധം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? നീ പറഞ്ഞതിനേക്കാളും ഫോട്ടോയിൽ കണ്ടതിനേക്കാളും സുന്ദരിയാണല്ലോ അവള്.
അവളുടെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ എല്ലാം ബോധ്യപ്പെട്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യേ, അവളെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. ശേ, നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നേ? ഞാൻ തന്നെ അവളുടെ അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റില്ല നിൽക്കുന്നേ. എന്നെ അവക്ക് വിശ്വാസമോ അടുപ്പമൊന്നും ആയിട്ടില്ല. ഇപ്പൊ തന്നെ അവക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. നാഗുലേ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കൈ കിട്ടിയിട്ട് നീ പെട്ടെന്ന് ഞങ്ങളെ ഏൽപ്പിക്കാതെ എന്തിനാ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവളെ നിന്റെ കയ്യിൽ വെച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ അവളെ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. നിങ്ങൾ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ഇപ്പൊ അവളെ കൊണ്ടുപോയി നോക്കിയാ അത് വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം ഉണ്ടാവാന്? നിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാവും ഓർത്താണോ? അതൊന്നും അല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്ക് അവളെ നേരിട്ട് കാണണമെന്ന് നിർബന്ധം പിടിച്ചോണ്ടാ ഞാൻ അവളെ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ ഗംഗയെ കൊണ്ടുപോകാൻ ശ്രമിച്ചാ നമ്മളെല്ലാവരും പിടിക്കപ്പെടും. പിടിക്കപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നിന്നെ ഇവിടെ നിന്ന് മുങ്ങാൻ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. അതല്ല. ഏതല്ല? ഞാൻ ദേ, നീ ഇനിയൊന്നും സംസാരിക്കണ്ട. വെറുതെ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. നീ ഇവിടെ തന്നെ നിന്നാ മതി. അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഏയ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമുക്ക് അവളെ ഇപ്പൊ തന്നെ പൊക്കണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ പൊക്കണം. പടാ. പേടിക്കണ്ട, ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താ പേര്? ഹാ, ഇതെന്താ എഴുന്നേറ്റത്? ഇരിക്കൂട്ടി. ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികള് ഇങ്ങനെ പേടിക്കാൻ പാടില്ല. പേര് ചോദിച്ചാൽ പേര് പറയണം. ഈശ്വര, ഇവരൊക്കെ ആരാ? ആ നാക്കുലിത് എവിടെ പോയി? ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? ഇരിക്കൂട്ടി. വീടേക്ക് അപ്പൊ അനുസരണയൊക്കെ ഉണ്ട്. അല്ല, എവിടെയാ വീട്? പറയൂ പറയൂ, എവിടെയാ വീട്?
ആരോ വിളിച്ചതുപോലെ തോന്നിയല്ലോ. മഹിയേട്ട, ഗംഗ അപകടത്തില. വേഗം ചെന്ന് അവളെ രക്ഷിക്ക്. ഞാനിതെങ്ങനെ മഹിയേട്ടനെ അറിയിക്കും? ഗംഗയെ രക്ഷിക്കും മഹിയേട്ട. വേഗം ഒന്ന് തിരിച്ചു പോ. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. തിരിച്ചു പോ മഹിയേട്ട. എന്റെ ശ്രീ മഹേശ്വര, എന്നെ രക്ഷിക്കണേ. വാടി. വാടി. ഇവനെങ്ങനെ തിരിച്ചു വന്നു? ഛ!